ഹലോ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെ. എന്താണ് സംഭവിക്കാൻ പോണതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വലിയൊരു ഭൂകമ്പം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ചാനലുകാർക്കൊക്കെ പിന്നീട് അത് മാത്രമേ ഉള്ളൂ, ഒരാഴ്ചത്തോളം അല്ല, ഒരു മാസത്തോളം. അപ്പോൾ എല്ലാവരുടെയും കുടുംബം തകർന്ന ഒരു റിപ്പോർട്ടിൻ്റെ ഒരു തുടർച്ച ഭാഗമായിരിക്കും ഇനി ആ റിപ്പോർട്ടിൻ്റെ ഫുൾ ഭാഗം വരുമ്പോൾ. അപ്പോൾ ആദ്യം ഒരു കാര്യം ഞാൻ പറയാം. ഇനി ദൈവത്തെ ആരാധിക്കരുത്. ഈ ദൈവം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം ആ ദൈവത്തെ ഇനിയും തൊട്ട് ആരാധിക്കരുത്. മോഹൻലാലിനെ മമ്മൂട്ടിയെ പോലുള്ളവരൊക്കെ ദൈവം സൃഷ്ടിക്കുകയും പിന്നീട് അവർ തന്നെയാണ് തെറ്റ് ചെയ്തെന്ന് ദൈവം എടുത്തത്. എന്നാൽ ദൈവത്തിന് എന്തുകൊണ്ട് അതിനെ ഒരു ഈ തടയാനായിട്ടൊരു രീതി കൊണ്ടുവന്നിട്ടില്ല? ഇപ്പോൾ മനസ്സിലായോ? നമ്മൾ എന്തിനാണ് ഈ ദൈവത്തെ ആരാധിക്കാൻ പോണത്? ഒരു ആവശ്യമില്ല. ഇനി ദൈവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് മോഹൻലാൽ പേടിച്ച് വിറച്ച്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മമ്മൂട്ടി ഒളിവിൽ പോയത്? ഇതിനെപ്പറ്റി ഇന്നും ഉത്തരങ്ങളില്ല. ഈ പറയുന്ന പലരുടെയും പേരുകൾ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ റിപ്പോർട്ട് ഫുൾ വരുമ്പോൾ എന്തെങ്കിലും ഒഫൻസ് വരുമ്പോൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അത് അവരെ മരണപ്പെടുമോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ മരണപ്പെടാം, ചിലപ്പോൾ ശിക്ഷിക്കപ്പെടാം. എന്തായാലും സ്വാഗതാർഹമാണ്. അങ്ങനെയെങ്കിലും ഈ കുറേ നാശങ്ങൾ പോവുമല്ലോ. പിന്നെ മമ്മൂട്ടിയെ മോഹൻലാലിനെ അങ്ങനെ നാശമെന്ന് പറയുന്നില്ല, അത് അവരുടെ തെറ്റല്ല, ദൈവത്തിൻ്റെ തെറ്റാണ്. ദൈവം അവരെ കൂടെ നിന്നില്ല, അതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ഇത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്താണ് സംഭവിക്കാൻ പോണതെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, ആ റിപ്പോർട്ട് ഇനി വരുമല്ലോ എപ്പോഴെങ്കിലും, ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ ഒക്കെ വരുമല്ലോ. അപ്പം നമുക്ക് അറിയാം.